നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നിർണായക ചർച്ചകൾ. 3 ഘട്ടങ്ങളായി ചർച്ചകൾ നടന്നു. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന് ചർച്ചയിൽ അനുകൂലമായ നിലപാട്. ചർച്ച നാളെയും തുടരും. ജലീൽ കണ്ണമംഗലമുണ്ട് ജിദ്ദയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ജലീൽ, ഏറെ പ്രതീക്ഷ നൽകുന്ന സൂചനകളാണ്, വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് വരുന്നത്. നാളെയും ചർച്ച തുടരുമെന്ന് മനസ്സിലാക്കുന്നു. ആരൊക്കെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? തലാലിന്റെ കുടുംബത്തിന്റെ പ്രതികരണം എങ്ങനെ? ഗോകുൽ, നിമിഷപ്രിയ വിഷയത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന ഇടപെടൽ പ്രതീക്ഷ നൽകുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പ്രമുഖ സൂഫി വര്യൻ യമനിലെ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീദ് വഴിയാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ചർച്ച ഇന്ന് രാത്രി വൈകിയും തുടർന്നു. 3 ഘട്ടങ്ങളായി ചർച്ച നടന്നതായാണ് വിവരം. ചർച്ച ആശാവഹമാണെന്നും നാളെ ഏറെ സന്തോഷകരമായ ഒരു തീരുമാനം പ്രതീക്ഷിക്കാം എന്നുമാണ് ഷെയ്ഖ് ഉമർ ബിൻ ഹഫീദിന്റെ പ്രതിനിധികൾ കാന്തപുരത്തെ അറിയിച്ചിരിക്കുന്നത്. കുടുംബാംഗങ്ങളെ ഏക അഭിപ്രായത്തിൽ എത്തിക്കുക, അതോടൊപ്പം തന്നെ വധശിക്ഷ മരവിപ്പിക്കുക എന്നീ കാര്യങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ മുൻഗണന കൊടുക്കുന്നത്. ഗോത്ര നേതാക്കളുമായും കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബ പ്രതിനിധികളുമായും ചർച്ച നാളെ രാവിലെയും തുടരും എന്നാണ് അറിയിക്കുന്നത്. തലാലിന്റെ നാടായ ഉത്തര യമനിലെ ദമാറിൽ വെച്ചാണ് ഈ ചർച്ചകളൊക്കെ നടക്കുന്നത്. ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വൈകാരികമായ ഒരു കേസായി ഇത് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കുടുംബം ഇതുവരെ ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതിരുന്നത്. കാന്തപുരത്തിന്റെ ഈ ഇടപെടലിലൂടെ അത് സാധ്യമായി, ചർച്ചയ്ക്ക് അവർ തയ്യാറായി എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കുടുംബത്തെയും ഗോത്ര വിഭാഗങ്ങളെയും അന്വയിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഈ ചർച്ചയുടെ ലക്ഷ്യം. ശേഷം വധശിക്ഷ മരവിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തണം. അതിനുശേഷമാണ് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുക. നിരുപാധികം മാപ്പ് നൽകുക, അല്ലെങ്കിൽ ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകുക, ഈ കാര്യത്തിലാണ് ചർച്ചകൾ പ്രധാനമായും നടക്കുക. ഇതായിരിക്കും നാളെ രാവിലെയും നടക്കുക. ഇതുവരെ അനുകൂലമായ നിലപാടാണ് തലാലിന്റെ കുടുംബം സ്വീകരിച്ചത് എന്നാണ് റിപ്പോർട്ട്. ഷെയ്ഖ് ഹബീബും ഈ ഉമർ ബിൻ ഹഫീദിന്റെ പ്രതിനിധി ആയിക്കൊണ്ട് സുപ്രീം കോടതി ജഡ്ജിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് വിവരം. ഗോകുൽ, ശരി. ജലീൽ കണ്ണമംഗലമാണ് ജിദ്ദയിൽ നിന്ന് ചർച്ചയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും നിമിഷപ്രിയയുടെ മോചനത്തിനായി തിരക്കിട്ട ശ്രമങ്ങൾ, ചർച്ചകൾ തുടരുമ്പോൾ അതിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന നീക്കങ്ങളാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടലിൽ ഇപ്പോൾ യമനിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. ഷാർജയിൽ 1.5 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി കൊല്ലം കേരളപുരം സ്വദേശി വിഭജിക ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസ്. ഭർത്താവിന്റെയും സഹോദരിയുടെയും ഭർത്തൃപിതാവിന്റെയും പേരിലാണ് കേസ്. വിഭജിക ആവശ്യപ്പെട്ടിട്ടും മകൾക്കൊപ്പം നാട്ടിലേക്ക് മടങ്ങാൻ ഭർത്താവ് അനുവദിച്ചില്ലെന്ന് വ്യക്തമാക്കുന്ന വാട്സപ്പ് ചാറ്റ് 24 ലഭിച്ചു. മരണത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്കും DGPക്കും വിഭജികയുടെ കുടുംബം പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഭജികയുടെ അമ്മ ശൈലജയുടെ പരാതിയിൽ കുണ്ട്ര പോലീസ് കേസെടുത്തത്. വിഭജികയുടെ ഭർത്താവ് നിതീഷിനെ 1-ാം പ്രതിയാക്കിയാണ് കേസ്. നിതീഷിന്റെ സഹോദരി നീതു 2-ാം പ്രതിയും നിതീഷിന്റെ പിതാവ് മോഹൻ 3-ാം പ്രതിയുമാണ്. കേസിന്റെ FIRന്റെ പകർപ്പ് 24 ലഭിച്ചു. ആത്മഹത്യ പ്രേരണ, സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഗാർഹിക പീഡനം കൂടി ചുമത്തണമെന്ന് വിഭജികയുടെ മാതാവ് ശൈലജ 24നോട് പറഞ്ഞു. ഇതിനകത്ത് എനിക്ക് നീതി കിട്ടണം. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ മോളാണ്. ഗാർഹിക പീഡനം എൻ്റെ മോള് ശരിക്കും അനുഭവിച്ചിട്ടുണ്ടാകും. ഇവനെ നിയമത്തിൻ്റെ പുറത്ത്, ഇവനെയും ഇവൻ്റെ പെങ്ങളെ അച്ഛനെയും നിയമത്തിൻ്റെ കൊണ്ടുവരണം. തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കണം. മരണത്തിന് പിന്നാലെ വിഭജികയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അപ്രത്യക്ഷമായത് സൈബർ സെൽ അന്വേഷിക്കും. വിഭജിക ആവശ്യപ്പെട്ടിട്ടും മകൾക്കൊപ്പം നാട്ടിലേക്ക് മടങ്ങാൻ ഭർത്താവ് നിതീഷ് സമ്മതിച്ചില്ലെന്ന് വ്യക്തമാക്കുന്ന വാട്സപ്പ് ചാറ്റ് ഇതിനിടയിൽ പുറത്തു വന്നു. വിഭജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. 24 കൊല്ലം. ചരിത്രം കുറിച്ച് ശുഭാംശു ശുക്ലയും സംഘവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മടങ്ങി. വൈകിട്ട് 4:45ഓടെയാണ് 4-അംഗ സംഘത്തെയും കൊണ്ട് ഡ്രാഗൺ പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്യപ്പെട്ടത്. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ കാലിഫോർണിയൻ തീരത്ത് പസഫിക് സമുദ്രത്തിൽ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്യും. 18 ദിവസം അഥവാ 433 മണിക്കൂർ, ഭൂമിക്ക് ചുറ്റും 288 തവണ പ്രദക്ഷിണം. ഇവ പൂർത്തിയാക്കിയാണ് ആക്സിയം 4 ദൗത്യസംഘം ഭൂമിയിലേക്ക് മടങ്ങിയത്. ബഹിരാകാശ നിലയത്തിലെ ദൗത്യം പൂർത്തിയാക്കി വൈകിട്ട് 4:45-നാണ് ശുഭാംശു ശുക്ലയും സംഘവും മടക്കയാത്ര തുടങ്ങിയത്. നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് 10 മിനിറ്റ് വൈകിയാണ് പേടകം അൺഡോക്ക് ചെയ്തത്. അൺഡോക്കിങ്ങിന് 2.5 മണിക്കൂർ മുൻപ് തന്നെ മിഷൻ കമാൻഡർ പെഗ്ഗി വിറ്റ്സണും മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ സ്ലവോഷ് ഉസ്നാസ്കിയും ടിബോർ കാപ്പും മിഷൻ പൈലറ്റ് ശുഭാംശുവും പേടകത്തിൽ പ്രവേശിക്കുകയും
പിന്നാലെ ഹാച്ച് അടക്കുകയും ചെയ്തു. 22 മണിക്കൂർ ദൈർഘ്യമുള്ള നീണ്ട യാത്രയിലാണ് നിലവിൽ ആക്സിയം 4 ദൗത്യസംഘം. ഭാവി ബഹിരാകാശ യാത്രകൾക്കും ഗവേഷണങ്ങൾക്കും മുതൽക്കൂട്ടാകുന്ന 60 ശാസ്ത്ര പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയാണ് സംഘം മടങ്ങിയത്. 31 രാജ്യങ്ങൾ നിർദ്ദേശിച്ച പരീക്ഷണങ്ങളാണ് 4 പേർ ചേർന്ന് പൂർത്തീകരിച്ചത്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യക്കും പോളണ്ടിനും ഹംഗറിക്കും ആക്സിയം 4 ദൗത്യം പുതിയ ദിശാസൂചികയാണ് സമ്മാനിച്ചത്. 4 ദശാബ്ദത്തിന് ശേഷമാണ് 3 രാജ്യങ്ങളും ബഹിരാകാശത്തേക്ക് ആളെ അയച്ചത്. അതോടൊപ്പം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഈ രാജ്യങ്ങൾ സാന്നിധ്യമറിയിച്ചത് ആദ്യമായാണ്. പല മേഖലകൾക്കും ഫലപ്രദമാകുന്ന ശാസ്ത്ര വിവരങ്ങളുമായാണ് സംഘം തിരിച്ചെത്തുന്നത്. വിവിധ രാജ്യങ്ങളും ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളും സഹകരിച്ച് നടത്തിയ ദൗത്യമെന്ന പ്രത്യേകതയും ആക്സിയം 4-നുണ്ട്. രാഷ്ട്രങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ദൂരം താണ്ടാൻ കഴിയും എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായി മാറുകയാണ് ഈ ദൗത്യം. സയൻസ് ഡെസ്ക് 24. ഖത്തറിലെ 2 പ്രവാസി മലയാളികളുടെ പങ്കാളിത്തത്തിൽ നിർമ്മിച്ച അങ്കമ്മാൾ തമിഴ് സിനിമ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ ശ്രദ്ധ നേടുന്നു. പെരുമാൾ മുരുകൻ എഴുതിയ പ്രശസ്ത തമിഴ് നോവൽ കൊടിത്തുണിയെ ആധാരമാക്കി വിപിൻ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രം ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയ്ക്കുള്ള അംഗീകാരം നേടി. ഖത്തറിലെ പ്രവാസി മലയാളികളായ ഷംസുദ്ദീൻ ഖാലിദ്, അനു അബ്രഹാം, ഛായാഗ്രഹകനായ അഞ്ജോയ് സാമുവൽ, നടൻ ഫിറോസ് റഹീം എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രം 2024 ഒക്ടോബറിൽ മുംബൈയിൽ നടന്ന മാമി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലാണ് ആദ്യം പ്രദർശിപ്പിച്ചത്. പിന്നീട് ഡിസംബറിൽ IFFKയിൽ ഇന്ത്യൻ സിനിമ ഇന്ന് എന്ന വിഭാഗത്തിലും ചിത്രം പ്രേക്ഷക ശ്രദ്ധ നേടി. ഡയലോഗ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, അജന്ത എല്ലോറ ഫിലിം ഫെസ്റ്റിവൽ, ഗുവാഹത്തി ബ്രഹ്മപുത്ര ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയവയിലും ചിത്രം പ്രദർശിപ്പിച്ചു. ന്യൂയോർക്ക് ഇന്ത്യൻ ഫെസ്റ്റിവൽ വിദേശത്തെ ആദ്യ പ്രദർശനമായിരുന്നു. ചിത്രത്തിന് ലഭിച്ച മികച്ച അംഗീകാരത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് നിർമ്മാതാക്കളായ ഷംസുദ്ദീൻ ഖാലിദും അനു അബ്രഹാമും ദോഹയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അണിയറ പ്രവർത്തകർ. ഖത്തറിൽ ഗതാഗത നിയമലംഘനങ്ങളുടെ പേരിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ 3 മാസത്തിനുള്ളിൽ ഉടമകളെത്തി ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തിരിച്ചെടുത്തില്ലെങ്കിൽ ലേല നടപടികളിലേക്ക് പോകുമെന്ന് ട്രാഫിക് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. വാഹനങ്ങൾ ലേലം ചെയ്യുന്നത് ഒഴിവാക്കാൻ ഉടമകൾ 3 മാസത്തെ കാലയളവിനുള്ളിൽ ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. നിലവിൽ 3 മാസം കഴിഞ്ഞ വാഹനങ്ങൾ 2025 ജൂലൈ 15 മുതൽ വെഹിക്കിൾ ഇംപൗണ്ട്മെന്റ് വിഭാഗത്തിലെത്തി ഫൈൻ അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഈ കാലയളവിൽ വാഹന ഉടമകൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ അംഗീകൃത നടപടിക്രമങ്ങൾക്ക് അനുസൃതമായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് അവ പൊതുലേലത്തിൽ വിൽക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് ഭരണരംഗത്തെ ഗുരുതര വീഴ്ചകൾ മറച്ചുവെക്കാനാണ് കേരളത്തിലെ സർക്കാരും അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും ശ്രമിക്കുന്നതെന്ന് ഖത്തർ പ്രവാസി വെൽഫെയർ നേതൃസംഗമം. 50-ൽ താഴെയായിരുന്ന കേരളത്തിലെ ബാറുകളുടെ എണ്ണം 10 വർഷം കൊണ്ട് 1000-നടുത്തെത്തിയതായും ലഹരി മാഫിയക്കെതിരായ ശക്തമായ നടപടി സ്വീകരിക്കാതെ ബോധവൽക്കരണം എന്ന കാപട്യവുമായി സംസ്ഥാന സർക്കാർ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണെന്നും നേതൃസംഗമം കുറ്റപ്പെടുത്തി. സാഹോദര്യ കാലത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി പ്രവാസി വെൽഫെയർ സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റുമാരായ മജീദ് അലി, അനീസ് റഹ്മാൻ, ജനറൽ സെക്രട്ടറി താസീൻ അമീൻ, സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് റാഫി എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ ചാൻസലറായ ഗവർണർക്ക് കനത്ത തിരിച്ചടി. VC നിയമനങ്ങൾ സർക്കാർ പട്ടികയിൽ നിന്ന് വേണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ചും ശരിവെച്ചു. ഗവർണർ നൽകിയ അപ്പീൽ കോടതി തള്ളി. താൽക്കാലിക VCമാരുടെ നിയമനം 6 മാസത്തേക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. താൽക്കാലിക VC നിയമനം സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ്. ഇത് ചോദ്യം ചെയ്താണ് ഗവർണർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. നേരിട്ടത് വലിയ തിരിച്ചടി. ഡോക്ടർ സിസ തോമസിനും ഡോക്ടർ K പ്രസാദിനും സ്ഥാനമൊഴിയേണ്ടി വരും. ചാൻസലർക്ക് സർവകലാശാലകളിൽ അധികാരമുണ്ട്. എന്നാൽ സ്വന്തം താൽപര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനാകില്ല. VCമാരെ നിയമിക്കുമ്പോൾ ഒറ്റ പേരിലേക്ക് ചുരുങ്ങാതെ 3 പേരെങ്കിലും പരിഗണിക്കുന്നതാണ് നിയമപരമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. സ്ഥിരം VC നിയമനത്തിലെ കാലതാമസം സർവകലാശാല നടപടികളെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. സ്ഥിരം VC നിയമനത്തിൽ കാലതാമസം ഉണ്ടാകരുതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ജസ്റ്റിസ് അനിൽ K നരേന്ദ്രൻ, ജസ്റ്റിസ് PV ബാലകൃഷ്ണൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. താൽക്കാലിക VC നിയമനത്തിൽ ഗവർണറുടെ അപ്പീൽ തള്ളിയ ഹൈക്കോടതി വിധി സർക്കാരിന് വിജയമാണ്. താൽക്കാലിക VCയുടെ കാലാവധി 6 മാസമായി പരിമിതപ്പെടുത്തുകയും സ്ഥിരം VC നിയമനം വേണമെന്ന് നിർദ്ദേശം നൽകുകയും കൂടി ചെയ്തപ്പോൾ സർക്കാരിന്റെ വിജയം പൂർണ്ണമായി.
അപ്പീൽ തള്ളിയതോടെ ഗവർണറുടെ അടുത്ത നീക്കം എന്താണെന്നാണ് ആകാംക്ഷ. ഗവർണറുടെ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിന് രാഷ്ട്രീയവും ഭരണപരവുമായ മാനങ്ങളുണ്ട്. വിധി വന്നതോടെ സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും താൽക്കാലിക VC നിയമനങ്ങൾ അസാധുവായി. സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ കെ ശിവപ്രസാദും ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസും VCമാർ അല്ലാതായി കഴിഞ്ഞു. ഇത് സർക്കാർ ഏറെക്കാലമായി ആഗ്രഹിക്കുന്ന നടപടിയാണ്. സർക്കാർ നിർദ്ദേശിക്കുന്ന പാനലിൽ നിന്ന് തന്നെ താൽക്കാലിക VCമാരെ നിയമിക്കണമെന്ന കോടതി ഉത്തരവ് പുതിയ നടപടിയിലേക്ക് നീങ്ങാൻ സർക്കാരിനെ സഹായിക്കും. VCമാരുടെ നിയമനത്തെ സംബന്ധിച്ചുള്ള ഒരു ശ്രദ്ധേയമായ വിധിയായിട്ട് വേണം ഇതിനെ കാണാൻ. അതിനനുസൃതമായി തന്നെ അടിയന്തരമായി പുതിയ നിർദ്ദേശങ്ങൾ ഗവൺമെന്റിൽ നിന്ന് വരും. അതിനനുസരിച്ച് തീരുമാനമെടുക്കാൻ ചാൻസലർ തയ്യാറാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താൽക്കാലിക VC നിയമനം സംബന്ധിച്ച് സർക്കാർ ഉന്നയിച്ച വാദങ്ങൾ കോടതിയും ശരിവെച്ചത് രാഷ്ട്രീയ വിജയമാണ്. തുടർ പോരാട്ടത്തിൽ ഈ വിധി ഉയർത്തിക്കാട്ടാനാകും. ഗവർണർ നടത്തിയ നിയമവിരുദ്ധമായ നടപടി കോടതി തള്ളിയിരിക്കുകയാണ്. കുറേ കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നാണ് നിരന്തരം ലഭ്യമാകുന്ന കോടതി വിധികൾ സൂചിപ്പിക്കുന്നത്. ഹൈക്കോടതി വിധിയോടുള്ള പ്രതികരണത്തിൽ സർക്കാരിനെയും ഗവർണറെയും ഒരുപോലെ വിമർശിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇതുപോലെ കുളമായ ഒരു കാലഘട്ടം ഉണ്ടാവില്ല. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഗവർണറും സർക്കാരുമാണ്. ഇവർക്കാർക്കും വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ താല്പര്യമില്ല. ഡിവിഷൻ ബെഞ്ച് വിധിയോട് രാജ്ഭവൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ നിന്ന് കാണാതായ മധ്യവയസ്ക കൊല്ലപ്പെട്ട നിലയിൽ. നെയ്യാർ ഡാം സ്വദേശി ത്രേസിയാണ് കൊല്ലപ്പെട്ടത്. തമിഴ്നാട് തിരുനെൽവേലിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കേസിൽ തിരുനെൽവേലി സ്വദേശി വിപിൻ രാജ് അറസ്റ്റിലായി. MG പ്രതീഷുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീക്ഷ, എങ്ങനെയാണ് ഈ വിപിൻ രാജ് ഈ കേസുമായി ബന്ധപ്പെടുന്നത്? തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണോ നിഗമനം? ഗോകുൽ, കഴിഞ്ഞ മാസം 1-ാം തീയതി ആയിരുന്നു തിരുവനന്തപുരം കുറ്റിച്ചൽ സ്വദേശിയായ ത്രേസിയെ കാണാതാവുന്നതുമായി ബന്ധപ്പെട്ട് നെയ്യാർ ഡാം പോലീസിൽ കുടുംബം പരാതിയും നൽകിയിരുന്നു. ഇതിന് പിന്നാലെ പലയിടങ്ങളിലും അന്വേഷണം നടത്തിയെങ്കിലും ത്രേസിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഈ തമിഴ്നാട് തിരുനെൽവേലി ഭാഗത്ത് ഈ ത്രേസിയുടെ മൃതദേഹം കാണുന്നത്. തിരുനെൽവേലി ഹൈവേയുടെ സമീപത്താണ് മൃതദേഹം കണ്ടത്. ആദ്യഘട്ടത്തിൽ തമിഴ്നാട് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും സ്വാഭാവിക മരണമെന്നാണ് ആദ്യം തമിഴ്നാട് പോലീസും കണ്ടെത്തിയത്. പക്ഷേ പിന്നീട് നടത്തിയ തുടരന്വേഷണത്തിലാണ് അതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ഈ സംഭവത്തിൽ ത്രേസിയുടെ ഒപ്പമുണ്ടായിരുന്ന ഒരു തിരുനെൽവേലി സ്വദേശിയായ വിപിൻ രാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പല പേരുകളിൽ ഏതായാലും നെയ്യാർ ഡാമിൽ നിന്ന് കാണാതായ നെയ്യാർ ഡാം സ്വദേശിയായ ത്രേസിയാണ് കൊല്ലപ്പെട്ട നിലയിൽ പിന്നീട് തിരുനെൽവേലിയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ ഉള്ള സംഭവത്തിൽ തിരുനെൽവേലി സ്വദേശിയായ വിപിൻ രാജാണ് അറസ്റ്റിലായിരിക്കുന്നത്. കൊലപാതകമെന്ന നിഗമനത്തിലാണ് നടപടി. കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിയിൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. സർവകലാശാലയിലെ SFI പ്രതിഷേധത്തെ തള്ളിയ വൈസ് ചാൻസലർ രജിസ്ട്രാർക്കും സിൻഡിക്കേറ്റിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഭരണപ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ SFIയും UDF സെനറ്റ് അംഗങ്ങളും സർവകലാശാലയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ഫയലുകൾ പോലും ഒപ്പിടാതെ സർവകലാശാലയെ VC നിശ്ചലാവസ്ഥയിലേക്ക് നയിക്കുന്നുവെന്ന ആരോപണങ്ങൾക്കിടെയാണ് തൃശൂരിൽ ചാൻസലർ കൂടിയായ ഗവർണറുമായി മോഹനൻ കുന്നുമ്മലിന്റെ കൂടിക്കാഴ്ച. സർവകലാശാലയിലെ അസാധാരണ പ്രതിസന്ധി VC ഗവർണറെ ധരിപ്പിച്ചു. ഉചിതമായ നടപടിയുണ്ടാകുമെന്ന മറുപടി ലഭിച്ചെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോഹനൻ കുന്നുമ്മൽ പറഞ്ഞത്. കേരളത്തിലെ ഏറ്റവും പുരാതനമായ യൂണിവേഴ്സിറ്റിയെ ഇങ്ങനെ നശിപ്പിക്കാൻ ഒരു സംഘം ആളുകൾ ശ്രമിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഞാൻ ആ കാര്യങ്ങൾ ഗവർണർ സാറെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് മുഴുവൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും സംസ്ഥാനത്തിൻ്റെ ഭരണ അധിപൻ എന്ന നിലയിൽ അദ്ദേഹം യുക്തമായ തീരുമാനമെടുക്കും എന്നാണ് എൻ്റെ വിചാരം. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് നടപടി അസാധുവാണെന്ന് ആവർത്തിച്ച വൈസ് ചാൻസലർ അതിനു മുകളിലാണ് തന്റെ അധികാരമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കുട്ടികളുടെ 2500 ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള ഫയലുകൾ കെട്ടിക്കിടക്കുകയാണെന്ന വാർത്തയും VC നിഷേധിച്ചു. 500ഓളം സർട്ടിഫിക്കറ്റുകൾ മാത്രമാണുള്ളതെന്നാണ് വിശദീകരണം. ഫയലുകൾ തനിക്ക് ലഭിക്കാതെ തടഞ്ഞുവെക്കുകയാണെന്നും മോഹനൻ കുന്നുമ്മേൽ ആരോപിച്ചു. 2 ആഴ്ചയായി സർവകലാശാലയിൽ എത്താത്തത് ഭീഷണി മൂലമാണെന്നും മോഹനൻ കുന്നുമ്മേൽ വിശദീകരിച്ചു. വലിയൊരു സംഘം വിദ്യാർത്ഥികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ അവിടെ കലാപം അഴിച്ചുവിട്ടിരിക്കുന്നത് DYFIക്കാരെന്നാണ് പറയപ്പെടുന്നത്. ആരാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. എന്നിട്ട് അവർക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി 100 പോലീസുകാർ അവരുടെ ചുറ്റും നിൽക്കുക. എന്നിട്ട് എന്താണ് VC അങ്ങോട്ട് വരാത്തതെന്നാണ് ചോദിക്കുന്നത്. VCക്ക് അങ്ങോട്ട് വരുന്നതിന് പേടിയൊന്നുമില്ല. VCക്ക് സർവകലാശാല നിയമങ്ങളെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ മറുപടി. സിൻഡിക്കേറ്റിന് ഒരു അഡ്വൈസറി ബോർഡായിട്ടാണ് വൈസ് ചാൻസലർ കാണുന്നത്. ആദ്യം അദ്ദേഹത്തിന് ഈ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും എന്താണെന്ന് അറിയില്ല. അതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയില്ല. അദ്ദേഹം പറയുന്നത് സിൻഡിക്കേറ്റ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന്.
ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. ഭരണസമ്മേളനത്തിനെതിരെ UDF സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങളും ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തി. VC-ക്കെതിരെ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചായിരുന്നു SFIയുടെ പ്രതിഷേധം. ഉത്തരം പറയാൻ SFIക്കാരുടെ മുന്നിൽ വരാൻ ധൈര്യമുണ്ടോ എന്ന് മോഹനൻ കുന്നുമലിനോട് RSSകാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതിനിടെ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ നിയമനം ചട്ടവിരുദ്ധമാണെന്ന സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ ആരോപണം സർവകലാശാല തള്ളി. ഡെപ്യൂട്ടേഷനല്ല, സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമുള്ള നേരിട്ടുള്ള നിയമനമാണ് നടത്തിയതെന്ന് വ്യക്തമാക്കുന്ന രേഖയും പുറത്തുവിട്ടു. 24 തിരുവനന്തപുരം. രാജ്യത്തെ ഉന്നത വിജയം നേടിയ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തി ദുബായ് ഭരണാധികാരി. ദുബായിലെ യൂണിയൻ ഹൗസിലാണ് കൂടിക്കാഴ്ച നടന്നത്. മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ നേരിൽ കണ്ടാണ് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അഭിനന്ദനം അറിയിച്ചത്. ദുബായിലെ യൂണിയൻ ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളിൽ തനിക്കുള്ള സന്തോഷവും അഭിമാനവും ഷെയ്ഖ് മുഹമ്മദ് പ്രകടിപ്പിച്ചു. ഭരണാധികാരിയെ കാണാനായതിൽ വിദ്യാർത്ഥികൾ നന്ദി രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വാക്കുകൾ തങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ പ്രചോദനമാണെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. നേരത്തെ രാജ്യത്തെ മികച്ച ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ദുബായ് ഭരണാധികാരി സമൂഹ മാധ്യമങ്ങളിലൂടെ അഭിനന്ദനം അറിയിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥികളുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു അന്ന് അഭിനന്ദനക്കുറിപ്പ് ഷെയ്ഖ് മുഹമ്മദ് പങ്കുവച്ചത്. 24 ദുബായ്. നിപ്പയിൽ സംസ്ഥാനത്ത് 609 പേർ സമ്പർക്ക പട്ടികയിലെന്ന് ആരോഗ്യവകുപ്പ്. പാലക്കാട്ടെ നിപ്പ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ ഒരാളുടെ ഫലം നെഗറ്റീവായി. മണ്ണാർക്കാട് നഗരസഭ, കാരാക്കുർശി, കുമരംപുത്തൂർ പഞ്ചായത്ത്, കരിമ്പുഴ പഞ്ചായത്ത് എന്നിവിടങ്ങളിലായി 17 വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. പാലക്കാട് നിപ്പ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിൽ 112 പേരുണ്ട്. ഇവരുടെ CCTV ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ച റൂട്ട് മാപ്പ് തയ്യാറാക്കി. കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ച പ്രദേശത്ത് ഫീൽഡ് തല പ്രവർത്തനങ്ങളും ഫീവർ സർവൈലൻസും ശക്തമാക്കി. ആരോഗ്യവകുപ്പിന്റെ വിദഗ്ധ ടീം സ്ഥലം സന്ദർശിച്ചു. വിവിധ ജില്ലകളിലായി നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ 609 പേരാണുള്ളത്. അതിൽ 112 പേർ പാലക്കാട് നിപ്പ സ്ഥിരീകരിച്ച രണ്ടാമത്തെ വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരാണ്. മലപ്പുറം ജില്ലയിൽ 207 പേരും, പാലക്കാട് 286 പേരും, കോഴിക്കോട് 114 പേരും, എറണാകുളത്ത് 2 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറം ജില്ലയിൽ 8 പേർ ICUവിൽ ചികിത്സയിലാണ്. ജില്ലയിൽ ഇതുവരെ 72 സാമ്പിളുകൾ നെഗറ്റീവായി. പാലക്കാട് 5 പേർ ഐസൊലേഷനിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്താകെ 38 പേർ ഹയസ്റ്റ് റിസ്കിലും 132 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ്. 24 പാലക്കാട്. പാദപൂജ വിവാദങ്ങൾക്കിടെ സ്കൂളുകളിലെ മതചടങ്ങുകൾ നിയന്ത്രിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അംഗീകരിക്കാവുന്ന തരത്തിൽ പൊതുമാനദണ്ഡം തയ്യാറാക്കാനാണ് ആലോചന. ആലപ്പുഴയിൽ പാദപൂജ നടന്ന സ്കൂളിലേക്ക് ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. ഏതെങ്കിലും മതസ്ഥർക്ക് താല്പര്യമുള്ളതോ ഇല്ലാത്തതോ ആയ ചടങ്ങുകൾ സ്കൂളുകളിൽ നടപ്പാക്കരുത് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്. എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലായിരിക്കണം സ്കൂളുകളിലെ ചടങ്ങുകളും പരിപാടികളും. പ്രാർത്ഥനാ ഗാനങ്ങളടക്കം പരിശോധിച്ച വിശദമായ പഠനത്തിന് ശേഷം പൊതുമാനദണ്ഡം കൊണ്ടുവരാനാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനം. പാദപൂജയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി മന്ത്രി VN വാസവൻ. യഥാർത്ഥത്തിൽ പാദപൂജയും ഗുരുഭക്തിയും രണ്ടും രണ്ടാണ്. ഒരു ഗുരുവിനോട് ആദരവ് പ്രകടിപ്പിക്കുന്നത് കാല് കഴുകിച്ചല്ല. സാംസ്കാരിക കേരളത്തിന് യോജിക്കാത്ത രൂപത്തിൽ മതേതര ജനാധിപത്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഈ കേരളത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവൃത്തി നടന്നുകൂടാ. അത് നിരാകരിക്കപ്പെടേണ്ടതാണ്. അധ്യാപകരെ ആദരിക്കേണ്ടത് ഈ രൂപത്തിലല്ലെന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചു. പാദപൂജ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമെന്നാണ് മാവേലിക്കര വിദ്യാധിരാജ സ്കൂൾ അധികൃതരുടെ പ്രതികരണം. പാദപൂജ നടത്തിയ ആലപ്പുഴ നൂർനാട് വിവേകാനന്ദ സ്കൂളിലേക്കും മാവേലിക്കര വിദ്യാധിരാജ സ്കൂളിലേക്കും DYFIയും AYFും പ്രതിഷേധ മാർച്ച് നടത്തി. പാദപൂജയിൽ പങ്കെടുത്ത പഞ്ചായത്ത് അംഗം കൂടിയായ BJP നേതാവ് അഡ്വക്കേറ്റ് KK അനൂപിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് DYFI സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. നാളെ KSU ജില്ലാ കമ്മിറ്റിയും സ്കൂളുകളിലേക്ക് മാർച്ച് നടത്തും. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം 24 ആലപ്പുഴ. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. അപകട സ്ഥലത്ത് കാഴ്ചക്കാരായി നിൽക്കുകയും ഗതാഗത കുരുക്കുണ്ടാക്കുകയും ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പുമായി UAE ആഭ്യന്തര മന്ത്രാലയം. ഇത്തരക്കാർക്ക് പിഴയും ബ്ലാക്ക് പോയിന്റും ഉൾപ്പെടെ ഏർപ്പെടുത്തുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. റോഡിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റു വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ കാഴ്ചക്കാരെ നിൽക്കരുതെന്നാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ അപകട സ്ഥലങ്ങളിൽ ഗതാഗത കുരുക്കുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത നടപടികൾ ഉൾപ്പെടെ പുറത്തുവിട്ടാണ് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത്തരക്കാർക്ക് പിഴയും വാഹനം കണ്ടുകെട്ടലും ബ്ലാക്ക് പോയിന്റും ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അപകട സ്ഥലങ്ങളിൽ ഗതാഗത കുരുക്കുണ്ടാക്കുന്നത് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വൈകാനും അപകടത്തിൽപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെടാനും ഇടയായേക്കാമെന്ന് അധികൃതർ അറിയിച്ചു.
അടിയന്തര സാഹചര്യങ്ങളിൽ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണെന്നും തീപിടുത്തത്തിലോ ഗുരുതര ആരോഗ്യ സാഹചര്യങ്ങളിലോ റോഡിൽ തടസ്സമുണ്ടാക്കുന്നത് പ്രത്യാഘാതം വർദ്ധിപ്പിക്കുമെന്നും അബുദാബി പോലീസ് ജനറൽ കമാൻഡ് വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം അപകട സ്ഥലത്ത് ഗതാഗതക്കുരുക്കുണ്ടാക്കിയതിന് അബുദാബിയിൽ 87, ദുബായിൽ 411, ഷാർജയിൽ 71, അജ്മാനിൽ 4, റാസുൽ ഖൈമയിൽ 30, ഉമ്മൽഖോനിൽ 27 ഉൾപ്പെടെ 630 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 24 ദുബായ്. തിരുവനന്തപുരം ശ്രീചിത്ര ഹോമിലെ 3 പെൺകുട്ടികൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 24 വാർത്തയെ തുടർന്ന് കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എൻ സുനന്ദ ശ്രീചിത്ര ഹോമിലെത്തി തെളിവെടുപ്പ് നടത്തി. ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടിയെടുക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം വ്യക്തമാക്കി. 24 ഇംപാക്ട്. തിരുവനന്തപുരം ശ്രീചിത്ര ഹോമിലെ 3 പെൺകുട്ടികൾ ഇന്നലെ രാത്രിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഗുളികകൾ അധികമായി കഴിച്ചാണ് ആത്മഹത്യാശ്രമം. 16ഉം 15ഉം വയസ്സുള്ള കുട്ടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും 12കാരി SAT ആശുപത്രിയിലും ചികിത്സയിലാണ്. മൂവരുടെയും ആരോഗ്യനില തൃപ്തികരം. മുതിർന്ന കുട്ടികളുടെ പീഡനം സഹിക്കവയ്യാതെയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് കുട്ടികളുടെ പരാതി. കുട്ടികൾ ഗുളികകൾ വിഴുങ്ങിയെന്ന് ശ്രീചിത്ര ഹോം സൂപ്രണ്ട് വി ബിന്ദു സ്ഥിരീകരിച്ചു. എന്നാൽ ഹോമിൽ പീഡനമില്ലെന്ന് വിശദീകരണം. 2 വൈറ്റമിൻ ടാബ്ലറ്റും 1 പാരസെറ്റമോളും കഴിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. മുതിർന്ന കുട്ടികൾ അങ്ങനെ പീഡനമൊന്നുമില്ല. അങ്ങനെ പീഡനമൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ നടപടികൾ സ്വീകരിക്കും. കൗൺസിലിങ്ങും അവർക്ക് ആവശ്യമായ സംവിധാനങ്ങളെല്ലാം ഇവിടെയുണ്ട്. 24 വാർത്തയ്ക്ക് പിന്നാലെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എൻ സുനന്ദ ശ്രീചിത്ര ഹോമിലെത്തി തെളിവെടുപ്പ് നടത്തി. സൂപ്രണ്ടുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. ബാലാവകാശ കമ്മീഷൻ സുമോട്ടോ ഇതിൽ കേസ് എടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഇതിന് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച തീർച്ചയായിട്ടും പരിശോധിക്കും. ഹോമിൽ റാഗിങ്ങിന് വിധേയരാകുന്നുവെന്ന് കുട്ടികൾ സമീപവാസികളോട് പറഞ്ഞിട്ടുണ്ടെന്നും സൂപ്രണ്ടിനെതിരെ കേസെടുക്കണമെന്നും BJP. ഞങ്ങൾ നിരന്തരമായി റാഗിങ്ങിന് വിധേയമായി കൊണ്ടിരിക്കുകയാണെന്ന് ഇവിടത്തെ കുട്ടികൾ, അന്തേവാസികൾ പൊതുസമൂഹത്തിനോട് വിളിച്ചു പറയുകയാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ സൂപ്രണ്ടിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കണമെന്നാണ് BJP ആവശ്യം. 3 പെൺകുട്ടികൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിനു പിന്നിൽ റാഗിംഗ് ആയാലും വീട്ടിൽ പോകണമെന്ന ആവശ്യമാണെങ്കിലും സർക്കാർ സ്ഥാപനമായ ശ്രീചിത്ര ഹോമിലെ കുട്ടികളുടെ സുരക്ഷ ആരുടെ ഉത്തരവാദിത്തം എന്നതാണ് ചോദ്യം. ഒളിച്ചുകളി അവസാനിപ്പിച്ച് അധികാരികൾ മറുപടി പറയണം. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ജിഗേഷ് നാരായണന് റോട്ടറി ഡിസ്ട്രിക്ട് 3211 പ്രത്യേക ഗവർണേഴ്സ് പുരസ്കാരം. മയക്കുമരുന്നിനെതിരെയുള്ള റോട്ടറിയുടെ പ്രവർത്തനങ്ങളുടെ മികച്ച ഏകോപനത്തിനാണ് പുരസ്കാരം. കേരള പോലീസുമായി ചേർന്ന് ഉമിനീരിൽ നിന്ന് മയക്കുമരുന്ന് പരിശോധിക്കാനുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ വിവിധ ബോധവൽക്കരണ പദ്ധതികൾ ഈ കഴിഞ്ഞ വർഷം റോട്ടറി ഡിസ്ട്രിക്ട് 3211 നടപ്പാക്കിയിരുന്നു. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.